ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചേമ്പ് കറിയുടെ റെസിപ്പി ആട്ടോ. ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ഇന്ന് ലേറ്റ് ആകും, കാരണം കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. പള്ളിയിൽ പോകണം, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണണം, ഫുള്ള് കാണണം, എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ഞാൻ രാവിലെ പരിപ്പ് കറി വെച്ചതിൻ്റെ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇത് നമുക്ക് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ കഷ്ണങ്ങൾ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒരു വിസിലടിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കുക്കറാണ് എടുത്തേക്കുന്നത്, പക്ഷേ കുക്കറിലല്ല വേവിക്കുന്നത്, അല്ലാതെയാണ് വേവിക്കുന്നത് കേട്ടോ. നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അധികം വേവൊന്നും ഇല്ലാത്ത ചേമ്പാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് പെരുംജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചേമ്പൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കുറച്ച് ഭാഗം ഉടച്ചെടുക്കാം കേട്ടോ. അന്നേരം കറിക്കൊരു കൊഴുപ്പൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് കടുക് താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറി. വളരെ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല കറിയാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ.